എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ കുറച്ച് ഈ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നല്ല പ്രതികരണമാണ് അതിന് കിട്ടിയത്. അപ്പോൾ എല്ലാ ഭക്തന്മാരും കൂടുതലായിട്ട് ഭക്തിയിലേക്ക് വരണം. അതിൻ്റെ പ്രായോഗിക പരിശീലനം നേടുകയും വേണം. നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, അത് നമ്മൾ പ്രായോഗിക പരിശീലനം നേടണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ ഗണപതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗണപതി മിഥ്യയാണ് എന്നൊരു അഭിപ്രായമുണ്ട്, അതെല്ലാം സത്യമാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. അത് ഭക്തന്മാർക്കത് പ്രശ്നമല്ല. ആരായാലും സത്യമായാലും തിരക്കല്ല, മിഥ്യയായാലും തിരക്കല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വഴിയുണ്ട്, അതിലൂടെ പോകും. അപ്പോൾ ഞാനിവിടെ രണ്ടാമത് വിശദീകരിക്കുകയാണ്. എന്താണ് ഗണപതി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ ശാസ്ത്രമാണ് ഞാൻ പറയുന്നത്, കഥയല്ല, ശാസ്ത്രം. അല്ലാതെ നമ്മൾ ഈ ഗണപതിയുടെ രൂപം ഈ പകുതി ആനയും തല ആനയും ബാക്കി ഉടൽ ഒരു മനുഷ്യൻ്റെയും ഉള്ള ഒരു ഉടലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരാൻ സാധ്യതയില്ല. എന്താണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് ഈ രൂപത്തെ കണക്കാക്കാൻ പാടുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ഭൂമിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബ് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഭൂമി ഉരുണ്ടതാണ്, അതിൽ കടൽ ഇത്രയുണ്ട്, പിന്നെ കര ഇത്രയുണ്ട്, അതിൻ്റെ ഭൂമധ്യരേഖ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അത് ഗ്ലോബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഋഷികൾ ഉപയോഗിച്ച ഒരു ടെക്നോളജിയാണ് ഗണപതി എന്നുള്ളത്. അതായത് ഗണപതി എന്നുള്ള അർത്ഥം എല്ലാവർക്കും അറിയാം. ഗണങ്ങൾക്ക് പതിയായിട്ടുള്ളത് എന്നർത്ഥം. ഗണങ്ങൾക്ക് പതിയായിട്ടെന്ന് പറഞ്ഞാൽ, ഗണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മൾ കാണുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ എല്ലാ വസ്തുക്കളും ഗണങ്ങളാണ്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ നരജന്മത്തിൽ എങ്ങനെയാണ് ഗണപതിയായിട്ട് ബന്ധപ്പെടുന്നത് അതാണ് പഠിക്കുന്നത്. നമ്മൾ നരൻ്റെ ഈ ശരീരവും സ്വഭാവവും എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഒരു ഗ്ലോബാണ് ഈ ഗണപതി. അതിൻ്റെ ഒരു ഗ്ലോബാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, അങ്ങനെ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഗണങ്ങൾക്ക് പതിയായിട്ടുള്ളതെന്ന് പറഞ്ഞത് ഒരു ശരീരത്തിൽ അതിൻ്റെ പതിയായിട്ട് അതിൻ്റെ ഉടമയായിട്ടുള്ളത് ഒരു ശക്തിയാണ് ഗണപതി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥത ഗണങ്ങൾക്ക് പതിയായിട്ട്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ആന എന്നൊന്നും പറയുന്നില്ല. ആനേൻ്റെ മുഖമുള്ളതോ അല്ലെങ്കിൽ ശരീരം തടിച്ചിട്ടുള്ള ഒരാളോ എന്നൊന്നും ഈ ഗണപതിൻ്റെ വാക്കിലില്ല. ഗണങ്ങൾക്ക് പതിയായിട്ടുള്ളത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് ഈ ആനയുടെ ഒരു തല വെച്ചതെന്ന് പറഞ്ഞാൽ, ഒരു നരൻ്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്ന ഈ അവയവങ്ങളാണ് ഈ പറഞ്ഞത്. വലിയ ചെവി, വലിയ മൂക്ക്, തുമ്പിക്കൈ, ചെറിയ കണ്ണ്, വലിയ ഉടൽ, പിന്നെന്നുള്ള പറയാൻ ബാക്കിയുള്ളത് ചെവിയായി, തുമ്പിക്കൈയായി, പിന്നെ വായി, സാധാരണ പോലെ തന്നെ വർത്തനം എന്ന് പറയാം. അപ്പോൾ ആന തന്നെയാണ് കൊടുത്തത് നമ്മൾ. ഇപ്പോൾ നമ്മൾ സാധാരണ നരനായിട്ട് ജനിച്ചാൽ ഈ തുമ്പിക്കൈ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും എന്താണെന്നുള്ള അന്വേഷിക്കുന്ന ഒരു പ്രവണത ഈ നരനുണ്ട്. കാരണം കണ്ടതെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കും. ആനയുടെ സ്വഭാവം അത്. എല്ലാം തൊട്ട് നോക്കും, ഇതെന്താണ് എന്നുള്ള അതിൻ്റെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുമ്പിക്കൈ കൊടുത്തിരിക്കുന്നത്. ചെവി കൊടുത്തെന്ന് വെച്ചാൽ ആരെല്ലാം എന്തെല്ലാം പറയുന്നു അതൊക്കെ വെറുതെ കേൾക്കുന്നതിന് അതിൻ്റെ പ്രതീകാത്മകമാണ് വലിയ ചെവി കൊടുത്തത്. അതുപോലെ തന്നെ വയറ്, എപ്പോഴും ആഹാരം കഴിക്കണം എന്നുള്ള ആ വിചാരം കൂടുതലായിട്ട് നരന്മാർക്കുണ്ടാവും. ഇത് നരനും മനുഷ്യനായിട്ട്
വളരെ വ്യത്യാസമുണ്ട്, അത് പിന്നീട് പറയാം. നരനാര മറ്റേ ഈ ഈ മനുഷ്യനാരാന്നുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ദൃശ്യവൽക്കരിക്കുന്ന വേണ്ടിയിട്ടാണ് ഈ ഗണപതിയുടെ രൂപം കൊടുത്തത്. അല്ലാണ്ട് ഗണപതിയും ഈ രൂപമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ചൈതന്യവും ഈ രൂപമായിട്ട് ബന്ധമില്ല. നമ്മുടെ സ്വഭാവമായിട്ട് ആണ് ഇത് ബന്ധപ്പെടുന്നത്. അപ്പോൾ നിങ്ങളൊന്നും കൂടി ആലോചിച്ച് പിന്നീട് നല്ല വ്യക്തമായിട്ട് ഒന്ന് വിശദീകരിക്കും പിന്നീട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ ചെറിയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഗണപതി എന്ന് പറഞ്ഞാൽ ഈ ആനയുടെ മുഖം കൊടുത്ത് നമ്മുടെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ ശരീരം, വയറൊക്കെ അത് ഇങ്ങനെ അത്യാർത്ഥിയായിട്ടുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് നരൻ്റെ. അത് മനുഷ്യൻ്റെ അല്ല, നരൻ്റെത്. ഉള്ളിൽ ഗണങ്ങൾക്ക് പതിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യത്തെയാണ് ആ ഗണപതി എന്ന് പറയുന്നതും ശരീരത്തെ രൂപം കൊണ്ടും അത് ദൃശ്യവൽക്കരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്തേ. വീണ്ടും കാണാം. അതിനു മുമ്പ് ഇതൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്കും ചെയ്യണം. എന്നാൽ കൂടുതൽ ആൾക്ക് ഇത് എത്തണമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ എത്തുള്ളൂ. പിന്നെ ഷെയർ ചെയ്യണം. നമ്മൾ ആളുകൾക്ക് അറിയിക്കണം. ഇല്ലെങ്കിൽ ഗണപതി മിഥ്യയാണ്, ഗണപതി സത്യമാണ് എന്നൊക്കെ പറയും. ഗണപതി ഇതാണ് ഗണപതിൻ്റെ ശരിയായ രൂപം. അത് ഗുരു ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചതാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബ് മാതിരിയിട്ടുള്ള ഒരു ഉപകരണമാണ്. ആത്മീയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗണപതി. നമസ്തേ. വീണ്ടും നാളെ കാണാം.